കാത്തു നിൽക്കുന്ന ഹരിയേട്ടന് ബുദ്ധിമുട്ട്, അകത്ത് നിൽക്കുന്ന എനിക്ക് തന്ത്രപ്പാട്. അതുകൊണ്ടല്ലേ പറയുന്നേ, തൊഴുത് കഴിഞ്ഞിട്ട് ഞാൻ പൊയ്ക്കോളാം. പ്ലീസ് ഹരിയേട്ടാ. എങ്കിൽ ശരി, ആയിക്കോട്ടെ. ആ അതെ, ഈ അധികം ഭക്തിയില്ലാത്ത ആൾക്കാര് ഭക്തി തുടങ്ങിക്കഴിഞ്ഞാലേ പിന്നെ ആദ്യം തന്നെ ആയിപ്പോകുന്നൊരു ഏർപ്പാടുണ്ട്. അങ്ങനെ ആവില്ലല്ലോ അല്ലേ? എന്തായാലും അതില്ല. ശരി ശരി. വീണയാണോ? അതെ. വണ്ടി ശ്രേയ പറഞ്ഞു വിട്ടതാ. വാ ശ്രേയ. ശ്രേയ അങ്ങോട്ട് വന്നോളും. എനിക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണമായിരുന്നു. ഡ്രൈവർ ഒന്ന് പുറത്തിറങ്ങി നിൽക്കോ? എന്നിട്ടോ പോവാം. ആ എടാ ശരവണ, ஐயா, അമ്മ എന്തിനാ വീണ്ടും ആ പെണ്ണിനെ കണ്ടേ? அது சாருக்கு தெரியாதா? അവൾക്കെന്തോ പ്രത്യേകത ഉണ്ട് പോലും. എന്ത് പ്രത്യേകത? നിനക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നിയോ? എനിക്കല്ലല്ലോ സാർ തോന്നേണ്ടത്. എനിക്കൊന്നും തോന്നിയില്ല. അമ്മ ഇനി ഈ ആലോചനയുടെ പുറകെ നടക്കരുത്. അമ്മയോട് പറ സാറേ. എനിക്കിപ്പോ കല്യാണം വേണ്ട. അമ്മയോട് പറ സാറേ. ഈ കല്യാണം ഒട്ടും വേണ്ട. അമ്മയോട് പറ സാറേ. നീ എന്താണ് പറഞ്ഞത് തന്നെ പിന്നെ പിന്നെ പറഞ്ഞോണ്ടിരിക്കുന്നത്? എന്നാ പിന്നെ സാർ ഒരു കാര്യം ചെയ്യും, ഇതെല്ലാം കൂടെ ഞാൻ പേരിൽ എഴുതി കൊടുങ്ക. അപ്പൊ ഞാൻ മുതലാളി ആകുമല്ലോ. അപ്പൊ ഞാൻ തീരുമാനിക്കാറില്ല. സാർ ചുമ്മാ ഒരു കോമഡി സാർ. ഞാൻ വെറും വേലക്കാരനല്ലേ സാർ. അമ്മ ഇനി ഈ കാര്യം ആലോചിക്കാനേ പാടില്ല. ഇത് നടത്താനും പാടില്ല. സാറേ, മാഡത്തിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് സാറേ. ഞാൻ ആഗ്രഹിക്കുന്നതാണ് നടക്കേണ്ടത്. മര്യാദയ്ക്ക് എന്റെ കൂടെ നിന്നോണം. ഇത് ഞാൻ മുടക്കം ശരവണ. എന്ത് മുടക്കുന്ന കാര്യമാടാ? അമ്മേ, എന്താടാ അത് പിന്നെ അമ്മേ, ഇവന്റെ നാട്ടിൽ ആരോ കല്യാണം. 1 മാസത്തെ ലീവ് വേണത്രേ. ആണോ ശരവണ? ഒരു മാസം ഇവനോട് ഇല്ലാതിരുന്ന എങ്ങനെയാമ്മേ? അതാ ഞാൻ ആ കല്യാണം മുടക്കുമെന്ന് പറഞ്ഞത്. നിങ്ങളുടെ ഒരു കാര്യം, കളി തന്നെ രണ്ടിനും. നീ ഇങ്ങ് വന്ന്. கடவுளே, இவன் என்ன பண்ண போகுது? വീണ പെർഫെക്റ്റ്. താങ്ക് യു സർ. ഐ എം ഷുവർ ഈ ഫോട്ടോഷൂട്ടോടെ വീണ വൺ ഓഫ് ദ ബെസ്റ്റ് മോഡലായിരിക്കും. എന്റെ ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് പോയവരാ ഇന്ന് ഇൻഡസ്ട്രി ഭരിക്കുന്നത്. താങ്ക് യു സർ. ഓക്കെ, നമുക്കൊന്നുകൂടി നോക്കാം. ഒന്ന് ടച്ചപ്പ് ചെയ്ത്. അതെ,
ഒന്നുകൂടി ബെറ്റർ ആയിട്ടൊന്ന് ചെയ്തു നോക്കാം അല്ലേ? ഓക്കെ, ടേക്ക് പോവാണേ. സ്റ്റാർട്ട് ക്യാമറ, ആക്ഷൻ. ലുക്കപ്പ് ചെയ്തേ. ലുക്ക് കുറച്ചുകൂടി ഷാർപ്പ് ചെയ്ത് നോക്കിയേ. ഓക്കെ വീണ, ഡ്രസ് ചേഞ്ച് ചെയ്തോളൂ. താങ്ക് യു സർ. കലക്കി കളഞ്ഞല്ലോ നീ. എല്ലാവർക്കും നല്ല അഭിപ്രായം. മിക്കവാറും ഇതോടെ നീ അങ്ങ് കയറി ആകാശത്തേക്ക് പോവും. എന്നെ മറന്നേക്കല്ലേ? കൺഗ്രാറ്റ്സ്. വീണെ കുറിച്ച് ശ്രേയ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇത്രയും സുന്ദരിയാന്ന് കരുതിയില്ല. എടി, നിനക്ക് മനസ്സിലായില്ലേ? എന്റെ ആള് വിപിൻ ഇപ്പൊ ഗൾഫിൽ നിന്ന് വന്നേ ഉള്ളൂ. ഇനി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടാ മടക്കം. എടി, നിങ്ങൾ സംസാരിക്കേ. വിപിൻ, ഞാനൊന്ന് വാഷ്റൂമിൽ പോയിട്ട് ഓ വരാം. യെസ്. വിപിനെ കുറിച്ച് ശ്രേയ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരാളെയല്ല ഞാൻ പ്രതീക്ഷിച്ചത്. അതെന്താ, ഞാൻ അത്രയ്ക്ക് മോശമാണോ? അല്ല, യാ ഹാൻസം. താങ്ക് യു. മോഡലിംഗ് ആണ് വീണയുടെ ഫ്യൂച്ചർ പ്ലാൻ അല്ലേ? യെസ്. എന്താ പറയാ, അതാ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം. ഓ, തനിക്ക് പറ്റും. കുറെ കാലം കഴിയുമ്പോ അഭിമാനത്തോടെ ഞങ്ങൾക്ക് പറയാലോ, ഇങ്ങനെ ഒരാൾ ഞങ്ങളുടെ ഫ്രണ്ടാണെന്ന്. അത്രയ്ക്കൊന്നും വേണ്ട. ബാക്കപ്പ് ചെയ്യാൻ ആളുണ്ടെങ്കിൽ താൻ ഈ ലോകം കീഴടക്കും. യു ആർ സോ ടാലന്റഡ്. ഗിവ് മി യുവർ ഫോൺ. ഇതെന്റെ നമ്പറാ. എന്തെങ്കിലും ആവശ്യമുണ്ടെ വിളിക്കേ. തന്നെ പോലൊരു സുന്ദരിക്ക് ഒരു സഹായം ചെയ്യേണ്ടി വന്നാ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. താങ്ക് യു. എടി, ഇനി എന്താ നിന്റെ പരിപാടി? അമ്പലത്തിലേക്ക് ഇറങ്ങിയതല്ലേ, ഇനി അധികം വൈകാതെ തിരിച്ചെത്തണം. വിപിൻ, അച്ഛന്റെ സമ്മതത്തോടെയല്ലേ ഇവളുടെ മോഡലിംഗ്. ഓ, ഉയരങ്ങളിലേക്ക് എത്തുന്നവരെ എതിർപ്പുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. വൺസ് നമ്മളവിടെ എത്തിക്കഴിഞ്ഞാ അവരെല്ലാം നമ്മുടെ ബന്ധുക്കളാണെന്ന് പറയാൻ മത്സരിക്കുകയും ചെയ്യും. വീണയുടെ ജീവിതത്തിലും അതാ സംഭവിക്കാൻ പോകുന്നത്. ഐ ആം ഷുവർ. നിത്യ പതുക്കെ പോ. പെൺകുട്ടികൾ ഇങ്ങനെ സ്പീഡിൽ നടക്കാൻ പാടില്ല. അമ്മ പറഞ്ഞിട്ടുള്ളതാ. എനിക്കിഷ്ടമല്ല പെണ്ണുങ്ങൾ ഇങ്ങനെ വേഗത്തിൽ നടക്കുന്നേ. അതിന് ഞാനിപ്പോ എന്ത് വേണം? നിത്യന്റെ ഭാര്യയാവാൻ പോവല്ലേ? അപ്പൊ ഇനി മുതൽ എന്റെ ഇഷ്ടങ്ങളാണ് നിത്യയുടെ ഇഷ്ടം. അല്ലെങ്കിൽ ഞാൻ അമ്മയോട് പറഞ്ഞു കൊടുക്കും. ഇത് എന്തിനാ വിമലേട്ടൻ എന്റെ കൂടെ വന്നത്? എന്നോട് അമ്മ പറഞ്ഞതാ. ഇനി നിത്യയെ സംരക്ഷിക്കേണ്ടത് ഞാനല്ലേ? ഞാൻ എപ്പോഴും നിത്യയുടെ അടുത്ത് തന്നെ കാണും. എനിക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ. നാശം. നിത്യേ, നിത്യ അങ്ങോട്ട് നോക്കണ്ട. ആ വയസ്സന്മാരെ കണ്ടോ? പെൺകുട്ടികളെ കണ്ട ചോര കുടിക്കുക. ഞാൻ ഇവിടെ സ്ഥിരം വരാറുള്ളതാ. ഇവിടുത്തെ ആൾക്കാരെയൊക്കെ എനിക്കറിയാം. ആ, അത് തന്നെയാ കുഴപ്പം. വൃത്തികെട്ടവരെ കണ്ടാലും നിത്യക്ക് തിരിച്ചറിയില്ല. നിത്യ, ഞാനും ഉണ്ട്. അയ്യോ നിത്യ, ആ കടയിൽ കയറണ്ട. അവന്റെ നോട്ട ശരിയല്ല. ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ?
ആ അങ്ങനെ പോയാലോ. എന്താ പേര്? വാടാ വാടാ വാടാ. മോളെ ബാഗ് തന്നെ തനിച്ചന്മാരെന്താ ഈ കാണിക്കണേ? ആരും ചോദിക്കാനില്ലെന്നേ. മയക്കുമരുന്നടിച്ച പിള്ളേരായല്ല. എന്തെങ്കിലും പറഞ്ഞാ പിന്നെ കത്തിയോ കടയാറയോ എന്താ എടുക്കുന്നെന്ന് പറയാൻ പറ്റില്ല. അവന്മാർ വഴിക്ക് പൊക്കോട്ടെ. സാറേ ഇതിലേ വരണ്ടായിരുന്നു. ഇവന്മാരെന്താ വഴിന്ന് മാറത്ത്? എല്ലാത്തിനും നെഞ്ചത്തോടെ കയറ്റി ഞാൻ. ഓളുടെ വേഷം കൊള്ളാലോ, അടിപൊളിയാണല്ലോ. എന്തിനാ നിങ്ങൾ എന്തേ കാണിക്കുന്നേ? എന്തോ വല്ലതും പറഞ്ഞായിരുന്നോ? മാർക്കറ്റിൽ വരുന്നവരെ ശല്യപ്പെടുത്താൻ നിങ്ങൾക്ക് എന്താ അധികാരം? നീ ആരാടി? നിത്യ ഇങ്ങോട്ട് പോരെ. വരാനല്ലേ പറഞ്ഞേ? ഇല്ല ഞാൻ പറഞ്ഞ പേടിക്കണ്ടെന്നേ. നോക്ക് മോളെ. പേടിച്ച് കളിച്ചിരിക്കടാ. ചേട്ടൻ എടുക്കണോ? അവന്മാരെ പെൺകുട്ടിയുടെ മോശമായി പെരുമാറുന്ന കണ്ടില്ലേ? നീ അവളുടെ കോലം കണ്ടില്ലടാ. ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ഇറങ്ങിയാലേ ഇതൊക്കെ ഉണ്ടാവും. ഇതിൽ നമ്മൾ ഇടപെടേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും ഈ കിട്ടുന്നതേ അവളുടെ കയ്യിലിരിപ്പിന്റെ കൂലിയാ. നന്നായി മോളെ. അവന്മാരടുത്ത് മുട്ടാൻ പോവല്ലേ, പിന്നെ തല ഉണ്ടാവില്ല. അവന്മാര് ചകുത്താമാരാ. അവന്മാർക്ക് വേണ്ടതേ ദൈവം തിരിച്ചു കൊടുത്തോളൂ. നിത്യ അതിലൊന്നും ഇടപെടണ്ട. ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞേ? പോ. ഈ മാർക്കറ്റില് നിന്റെയൊക്കെ വേഷം കെട്ട് തുടങ്ങിയിട്ട് കുറച്ച് നാളായി. ഒരു കാര്യം നീയൊക്കെ മനസ്സിലാക്കിക്കോ. ചോദിക്കാനും പറയാനും ഇവിടെ ആളില്ലാത്തോണ്ടല്ല, ആർക്കും സമയമില്ലാത്തോണ്ടാ. സമയം ഉണ്ടാക്കി കാവില് നിൽക്കണമെന്ന് തീരുമാനിച്ചാലേ നിന്റെയൊക്കെ മുട്ടുകാൽ ഇവരെ തല്ലി ഓടിക്കും. ചെല്ലേ, ഇനി ഒറ്റ ഒരുത്തനെയും ഈ മാർക്കറ്റിന്റെ അകത്ത് കണ്ടുപോരുത്. ഓടാ. മോള് പേടിക്കണ്ട. എന്താന്ന് വെച്ചാ വാങ്ങിച്ചോ. ഇനി ആരുടെയും ശല്യം ഉണ്ടാവില്ല. താങ്ക്സ്. കണ്ടവരെ കണ്ടപ്പോ അവന്മാരുടെ കാൽമുട്ട് വിറച്ചു. തല്ലു കൊള്ളുന്നവരായാലും തല്ലു കൊടുക്കുന്നവരായാലും ഒക്കെ വൃത്തിയോട്ടന്മാരാ. ഒന്ന് നിർത്ത. ആണത്തുള്ളവര് അങ്ങനെ പലതും ചെയ്യും. അതില്ലാത്തവന്മാര് വാ പൊത്തി മിണ്ടാതിരിക്കണം. എന്നെയാണോ ആണത്തും ഇല്ലാന്ന് പറഞ്ഞേ? നിത്യേ
ഹലോ, സോറി വിപിൻ, അറിയാതെ കോളായി പോയതാ. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ഡിസ്റ്റർബൻസ് ആയോ? നെവർ. ഫ്രണ്ട്സിന് വേണ്ടി കുറച്ച് സമയം നീക്കി വെക്കാനില്ലെങ്കിൽ ജീവിതം എന്ത് ബോറാ. പ്രത്യേകിച്ചും തന്നെ പോലെ സുന്ദരിയായ ഒരു ഫ്രണ്ടിന് വേണ്ടി. താങ്ക് യു. തന്റെ ആ ഫോട്ടോഷൂട്ട് അത് മനസ്സിൽ നിന്ന് പോകുന്നേയില്ല. ഗ്രേറ്റ്. ഒരു വീടിന്റെ ഹൗസ് വാമിംഗ് കണ്ടു. അത് പുതിയ വീടാ, മൈ ഓൺ ഡിസൈൻ. കൊള്ളാവോ? കൊട്ടാരമല്ലേ? ജീവിക്കുന്ന കാലം രാജാവായി ജീവിക്കണം. ദാറ്റ്സ് മൈ പ്ലാൻ. ആ ഓഫീസ്? അത് ദുബായിലെ കമ്പനി ഓഫീസാ. അപ്പം മൊത്തത്തിലൊരു കൊച്ചു മുതലാളിയാണ്. അല്ല, അപ്പോ മൊത്തത്തിൽ എന്നെ കുറിച്ചൊരു സെർച്ച് തന്നെ നടത്തിയിട്ടുണ്ടല്ലോ. കൂട്ടുകാരി സേഫ് ആണോന്ന് അറിയാനാണോ? കാണാൻ വൈകിപ്പോയോ നമ്മള്? അതൊരു കുഴപ്പിക്കുന്ന ചോദ്യം. നമുക്കിടയിൽ ശ്രേയ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഷുവറായിട്ട് മറുപടി പറഞ്ഞേനെ. നമുക്ക് നല്ല ഫ്രണ്ട്സ് ആവാം. താങ്ക്സ് വിപിൻ. അല്ല, നമ്മളിനി കാണുമോ എന്ന് ചോദിച്ചാൽ കാണണമെന്ന് താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നോക്കാം. ഞാൻ വിളിക്കാം, എന്നിട്ട് കാണാം. ഓക്കെ. ഇപ്പൊ ഞാൻ വിളിച്ചത് ശ്രേയയോട് പറയുന്നുണ്ടോ? ഇല്ല. ദിസ് ഈസ് സംതിങ് സ്പെഷ്യൽ ആൻഡ് സീക്രട്ട്. താങ്ക് യു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഹരി, അതാരായിരിക്കോടാ? ആര്? ആ കോളേജിൽ എന്റെ കവിത ചൊല്ലിയ പെൺകുട്ടി. നിന്റെ ഇരിപ്പ് കണ്ടപ്പോ ഞാൻ കരുതി ഏതോ കവിത വന്ന് മനസ്സിൽ തങ്ങിയിട്ട് അത് പ്രസവിക്കാനുള്ള തയ്യാറെടുപ്പാണ്. ഇതായിരുന്നല്ലേ ചിന്ത? ആ ശബ്ദം മനസ്സിൽ നിന്ന് പോകുന്നില്ലടാ. വാക്കുകളുടെ അർത്ഥവും ചൊല്ലലിന്റെ ആഴവും ഒന്നിച്ചു ചേരുമ്പോഴാ ഒരു കവിത പൂർണ്ണമാവുന്നത്. അങ്ങനെയാണെങ്കിൽ എന്റെ മധുര നൊമ്പരക്കാറ്റ് അതിന്റെ പൂർണ്ണതയിലെത്തിയത് അവള് ചൊല്ലിയപ്പോഴാ. മോനെ, എന്താ നിന്റെ ഉദ്ദേശം? എനിക്ക് കൃത്യമായിട്ടറിയില്ല, പക്ഷേ ആ ശബ്ദം മനസ്സിനെ വല്ലാതങ്ങ് പിടിച്ചടുപ്പിക്കുന്നത് പോലെ. ഒരു പക്ഷെ ഞാൻ ഇത്രയും കാത്തിരുന്ന ഒരാള് ഒരു ശബ്ദ സാന്നിധ്യമായി എന്റെ തൊട്ടടുത്ത് വന്നതുപോലെ. ഉള്ളിലൊരു പ്രണയം മുട്ടിട്ടോ? ഇതെന്തായാലും ഗംഭീരമായി. കൺമുമ്പിലൂടെ എത്രയോ പെൺകുട്ടികൾ കടന്നുപോയി. അതിലെത്രയോ പേർ നിന്നോട് താല്പര്യം കാണിച്ചു. ഒരാളെങ്കിലും നീ തിരിഞ്ഞു നോക്കിയോ? ഈ പണ്ടത്തെ കഥകളിലൊക്കെ പറയുന്ന പോലെ കാറ്റും കടലും പക്ഷിയുമൊക്കെ പ്രണയത്തിന്റെ ദൂത് പറയുന്ന പോലെ ശബ്ദം കൊണ്ടൊരു പ്രണയഗീതം. കൊള്ളാം. ഒരു കലാകാരന് പ്രണയം വരേണ്ട വഴി തന്നെ. അത് ഞാൻ കാത്തിരുന്ന പെൺകുട്ടിയാ. അവൾ എനിക്കുള്ളതാണെന്ന് മനസ്സ് പറയുക. എടാ, നമുക്കേ നാളെ ഒന്നുകൂടെ ഒന്ന് കോളേജിൽ പോയാലോ? എപ്പോ പോയിന്ന് ചോദിച്ചാ പോരെ? ഇത് കണ്ടെത്തി തന്നില്ലെങ്കിൽ പിന്നെ ഞാനൊരു കൂട്ടുകാരനാന്ന് പറഞ്ഞ് നടക്കുന്ന എന്തിനാ? ഇനിയും ചെന്ന് അന്വേഷിച്ച് കഴിയുമ്പോ ഏതെങ്കിലും പൂർവ്വ വിദ്യാർത്ഥി 2 or 3 കുഞ്ഞുങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നടക്കുന്നതായിരിക്കുമോ? ഒന്ന് പോടാ അവിടുന്ന്. അതൊന്നും ആയിരിക്കില്ല, അതെനിക്ക് ഉറപ്പാ. എന്നാ പിന്നെ നിന്റെ ആ സങ്കല്പം തന്നെ അങ്ങ് നടക്കട്ടെ. ഞാൻ നാളെ രാവിലെ തന്നെ വരാം. വേണ്ടടാ, നീ ഇവിടെ തന്നെ ഇരിക്ക്. ഒരു പക്ഷേ ഈ ചിന്ത നിന്നെ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി എത്തിച്ചാലോ? പ്രണയമാണ് ഏത് കവിയുടെയും ഏറ്റവും വലിയ അസറ്റ്. നല്ല 4 വരി കേൾക്കാനുള്ള യോഗം എനിക്കുണ്ടെങ്കിലോ?